ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലത്തൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഒരു കറിയാണ്. നല്ല അടിപൊളി ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആ കറിക്ക് ആകെ വേണ്ടുന്ന രണ്ട് സാധനങ്ങൾ മാത്രം മതി ആ കറി വെക്കാൻ. അല്ല ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട ആ കറി വെക്കാനൊക്കെ ഉണ്ട്. പിന്നെ പൊടിവർഗ്ഗങ്ങൾ ഒന്നും വേണ്ട, ഒരു സാധനവും പൊടിവർഗ്ഗങ്ങളൊന്നും വേണ്ട ഈ കറി ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അപ്പൊ രണ്ട് സാധനങ്ങൾ മാത്രം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു നല്ല അടിപൊളി കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആ കറി പിള്ളേർക്കൊക്കെ ചോറിനാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ്. പിള്ളേർക്കും വലിയവർക്കും, അതുപോലെ വലിയവർക്ക് ഈ അൾസറിന്റെ അസുഖം, വയറിന് എരിവും പുളിയൊക്കെ ചെല്ലുമ്പോൾ വയറിന് അസുഖമുള്ളവർക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളപ്പോഴൊക്കെ നല്ലൊരു കറിയാണ്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ വയറിന് പുകച്ചിലോ എരിവോ ഒന്നും അങ്ങനൊന്നും ഇല്ല. നല്ല അടിപൊളി കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ദോഷവും ഇല്ലാത്ത പക്ഷെ ഗുണങ്ങൾ മാത്രമുള്ള ഒരു അത്യുഗ്രൻ കറി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത്രയും വലിയ ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് അല്പസമയം മതി അല്ലെ. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കറിയിൽ എന്തൊക്കെയാണ് ഈ രണ്ട് സാധനം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ആ രണ്ട് സാധനം എന്താന്ന് നമുക്കൊന്ന് കാണാം അല്ലെ. ആ രണ്ട് സാധനം ഒന്ന് കാണിച്ചമ്മേ ഏതൊക്കെയാണെന്ന്. ഒരു കഷ്ണം മത്തങ്ങ ഉണ്ട്, പിന്നെ അതേ കണക്കിന് തന്നെ അത്രയും അളവിലുള്ള കുമ്പളങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല കുമ്പളങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് സാധനം മാത്രം മതി. അതായത് ചുരുക്കി പറയുവാണെങ്കിൽ എന്തോരം മത്തങ്ങ എടുക്കണോ അത്രയും തന്നെ കുമ്പളങ്ങയും വേണം. അതായത് ഇപ്പൊ 100 ഗ്രാം മത്തങ്ങ നമ്മൾ എടുക്കണേ 100 ഗ്രാം കുമ്പളങ്ങ, 200 ഗ്രാം മത്തങ്ങ ആണെങ്കിൽ 200 ഗ്രാം കുമ്പളങ്ങ, രണ്ടും ഒരേ അളവായിരിക്കണം, ഒറ്റ അളവായിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്നാ ചെയ്യേണ്ടത്, നമ്മളിത് കഷ്ണമാക്കാൻ പോവാ. ഇതെല്ലാം ചെത്തി നമുക്കൊന്ന് കഷ്ണാക്കാം അല്ലെ. കഷ്ണത്തിന്റെ വലിപ്പം എങ്ങനെയാ വരണ്ടേ ഇതിന്റെ? നമ്മൾ അരിയുമ്പോ സാമ്പാറിന്റെ കഷ്ണം പോലുള്ള അത്രയും വലിപ്പത്തിൽ അരിയാ അല്ലെ. ഇതുപോലുള്ള കഷ്ണങ്ങളായിരിക്കും. അരിഞ്ഞ് കാണിക്കാൻ ഞാൻ കുമ്പളങ്ങ നമ്മൾ ചെത്തിയതായിരുന്നു. അപ്പൊ സാമ്പാർ കഷ്ണത്തിന്റെ വലിപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം അല്ലെ. അരിഞ്ഞെടുക്കാം. ഇതേ കഷ്ണം, ഇതുപോലുള്ള രീതിയിലുള്ള കഷ്ണം, ഇതുപോലുള്ള ഈ മുഴുപ്പിലുള്ള കഷ്ണമാണ് നമ്മൾ അരിയാൻ. രണ്ടും ഈ മുഴുപ്പിൽ തന്നെ എടുക്കാം അല്ലെ. കുമ്പളങ്ങ നമുക്ക് അരിയാം, അതേ വലിപ്പത്തിൽ തന്നെ നമുക്ക് മത്തങ്ങ അല്ലെ. മത്തങ്ങ അരിയാം. അപ്പൊ നമ്മുടെ കുമ്പളങ്ങ മൊത്തം നമ്മളിത് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് മത്തങ്ങ കൂടെ അല്ലെ. അങ്ങനെ നമ്മുടെ മത്തങ്ങ നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തേക്കണ ഒരു 200 ഗ്രാം കുമ്പളങ്ങ, 200 ഗ്രാം മത്തങ്ങ നമ്മൾ എടുത്തിട്ടുള്ളത്. മത്തങ്ങ നമ്മളിത് ഈ ഒരു അളവില് അല്ലെ, ഒരു സാമ്പാറിന്റെ കുമ്പളങ്ങ അരിഞ്ഞ സെയിം അളവില് അരിഞ്ഞെടുക്കുവാണ്. അങ്ങനെ നമ്മളിത് സെയിം അളവിലുള്ള നമ്മുടെ മത്തങ്ങ നമ്മൾ അങ്ങനെ അരിഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരേ വലിപ്പത്തില് കുമ്പളങ്ങയും മത്തങ്ങയും നമ്മളെന്താണ് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കി പരിപാടിയിലേക്ക് പോകാം അല്ലെ. അപ്പൊ നമ്മുടെ മത്തങ്ങയും കുമ്പളങ്ങയും കഴുകി അരി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് നമ്മൾ ഒരു മുഴുത്ത ഒരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ ചുരണ്ടിയിട്ടുണ്ട്. അപ്പൊ ഈ തേങ്ങയുടെ 1-ാം പാൽ നമ്മൾ മാറ്റി വെക്കും. പിന്നെ 2ഉം 3ഉം പാലും കൂടെ കൂടിയാണ് ഇത് വെക്കുന്നത്. അപ്പൊ നമ്മൾ അത് തേങ്ങാപ്പാലും കൂടെ നമുക്കൊന്ന് പിരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മളിത് തേങ്ങാപ്പാലും പിഴിഞ്ഞു വെച്ചിട്ട്. അപ്പൊ നമ്മൾ തേങ്ങാപ്പാൽ ഈ പ്രാവശ്യം പിഴിഞ്ഞപ്പോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ 1-ാമത്തെ പാലാണ് അല്ലെ. നല്ല കുറുകം പാൽ 1-ാമത്തെ പാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ 2-ാം പാലാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ 3-ാം പാലാണ്. എന്തിനാണ് ഈ 3 രീതിയിൽ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് 2 രീതിയിൽ ഉണ്ടാക്കാം. സാധാരണ അമ്മ ഇവിടെ ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെ ചട്ടിക്കകത്ത് തന്നെ ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 1ഉം 2ഉം പാൽ ഒന്നിച്ചൊഴിച്ചിട്ട് നമുക്ക് 1ഉം 2ഉം അല്ല 2ഉം 3ഉം പാൽ ഒന്നിച്ചൊഴിച്ച് നമുക്ക് വേവിക്കാം. അതേസമയം നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അങ്ങനെയൊക്കെ വേവിച്ചുകൊണ്ടിരിക്കാൻ പാടായതുകൊണ്ട് നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യാൻ പോവാണ്. കുക്കറിൽ എല്ലാവർക്കും എളുപ്പത്തിനുള്ള രീതിയിൽ നമ്മൾ കുക്കറിൽ കാണിക്കാന്ന് വെച്ചു കേട്ടോ. അപ്പൊ കുക്കർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ തേങ്ങാപ്പാല് കുറുകം പാലൊക്കെ വരുമ്പോ പിരിയാനുള്ളൊരു സാധ്യത കൂടുതൽ അല്ലേ. അപ്പൊ ഇതിന്റെ മത്തങ്ങയുടെ ഒക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പൊ 100 ഗ്രാം മതിയെങ്കിൽ നിങ്ങൾ 100 ഗ്രാം എടുക്കുക, 200 ഗ്രാം വേണമെങ്കിൽ 200 ഗ്രാം എടുക്കുക അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് പൊടിവർഗ്ഗങ്ങളൊന്നും നമ്മൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഉപ്പും ചേർക്കുന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ അളവിൽ എടുത്താൽ മതി. 2 മത്തങ്ങയുടെ അതേ അളവില് കുമ്പളങ്ങ എടുക്കുക. അപ്പൊ നമ്മളിത് ഇങ്ങനെ എടുത്തു. നമ്മൾ 2 കപ്പ് കറിവേപ്പിലയും ഇടുന്നുണ്ട്, ഇട്ട് വേവിക്കുന്നുണ്ട്. ഇതല്ലാണ്ട് വേറെ ഒന്നും എടുക്കുന്നില്ല. അപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കറിക്ക് എരിവില്ലാത്തൊരു കറിയാണ് സത്യം പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഈ കറിക്കകത്ത് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് അല്ലെ 2 പച്ചമുളക് കീറിയിടാം. പക്ഷെ ഇത് എരിവില്ലാണ്ട് കഴിക്കുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് കിട്ടുന്നത് അല്ലെ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇപ്പൊ കൊടുക്കാട്ടോ. ഇതിന്റെ അകത്ത് 2ഓ 1ഓ പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട്. നമ്മൾ എന്തായാലും പച്ചമുളക് കീറുന്നില്ല. ഇപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് 2 വിസിലടിച്ച് നമുക്ക് എടുക്കാം അല്ലെ. അങ്ങനെ നമ്മുടെ മത്തങ്ങയും കുമ്പളങ്ങയും കൂടെ നമ്മളിത് വേവിച്ച് 2 വിസിൽ നമ്മൾ അടിച്ചു. 3-ാം പാൽ ഒഴിച്ചിട്ട്
അപ്പൊ അത് നമ്മളിത് വേവിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന ബാക്കി നമ്മൾ നമ്മുടെ മൺചട്ടിക്കകത്താണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ രണ്ടാം പാൽ ഇത് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോ ആ രണ്ടാം പാലും കൂടി ഒഴിച്ച് നമുക്ക് മൺചട്ടിയിൽ ഇത് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പൊ നമുക്ക് ഈ മൺചട്ടിയിലിട്ട് ഒഴിക്കാം ഇത്. നമ്മൾ കുക്കറി വേവിച്ച് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇത് ഒഴിച്ചത്. പിന്നെ മൂന്നാം പാല് മാത്രം നമ്മൾ ഒഴിക്കാൻ കാരണം വെച്ചാൽ രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പിരിയാനുള്ള അല്ലേ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ, രണ്ടാം പാലോട് ഒഴിക്കും. രണ്ടാം പാലോട് ഒഴിക്കും അല്ലെ. അപ്പൊ നമ്മുടെ രണ്ടാം പാലും കൊണ്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ചൊന്ന് കുറുകട്ട് നന്നായിട്ടൊന്ന്. നമ്മൾ കഷ്ണങ്ങളൊന്നും ഉടച്ചിട്ടില്ല, അതുപോലെ തന്നെ കിടക്കുവാണ്. അപ്പൊ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇനി നമ്മൾ സ്വല്പം ഉപ്പ് ചേർക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കണം അല്ലെ. അപ്പൊ നമ്മള് കുക്കറിലായതുകൊണ്ടാണ് നമ്മൾ അന്നേരം ഉപ്പ് ചേർക്കായിരുന്നത്. കാരണം വെച്ചാൽ തേങ്ങാപ്പാൽ ഉപ്പ് ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും പിരിഞ്ഞു പോകും തേങ്ങാപ്പാൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അന്നേരം നമ്മൾ ഉപ്പ് ചേർക്കായിരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഉപ്പ് ചേർത്ത് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. അടയ്ക്കുന്നില്ല, അടയ്ക്കണ്ട അല്ലെ. അപ്പൊ നന്നായിട്ട് ഇതൊന്ന് കുറുകട്ടെ അല്ലെ, വെള്ളം ഒന്ന് വറ്റട്ടെ നന്നായിട്ട്. രണ്ടാം പാലും കൊണ്ട് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ മത്തങ്ങയും കുമ്പളങ്ങയും തേങ്ങാപ്പാലും കറിവേപ്പിലും ഉപ്പും അല്ലെ ചേർന്നിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ കറി തിളച്ച് മറിയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഇനി നമ്മൾ എന്നാ ചെയ്യുന്നത്, ഉടച്ചു കൊടുക്കാൻ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം അല്ലെ. കഷ്ണം എല്ലാം നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറി നമ്മളിങ്ങനെ കഷ്ണമായിട്ടല്ല കഴിക്കുന്നത് അല്ലെ. അപ്പൊ നന്നായിട്ട് നമുക്കിത് മൊത്തം ഒന്ന് മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കഷ്ണം നന്നായിട്ട് നമ്മൾ ഉടച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ കറിക്കകത്ത് നല്ല മഞ്ഞപ്പൊടിയും മസാലയൊക്കെ ഇട്ട കറി പോലെ തോന്നും, പക്ഷേ എങ്കിൽ ഒന്നും ചേർത്തിട്ടില്ല അല്ലെ. മത്തങ്ങയുടെ ആ ഒരു കളറാണ് ഇപ്പൊ കറിക്ക് കാണുന്നത്. ഈ ഒരു ടെക്സ്ചറിൽ നമ്മുടെ കറി ഇപ്പൊ ആയിട്ടുണ്ട് കേട്ടോ. കറി തീർന്നില്ല, ഇനി നമ്മുടെ ഒന്നാം പാൽ ഇരിക്കും അല്ലേ അമ്മേ. നമുക്ക് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നാം പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അധികം തിളയ്ക്കണ്ട. ആക്ച്വലി സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ചട്ടിയുടെ ചൂട് തന്നെ ഉണ്ട്. മൺചട്ടി ആയതുകൊണ്ട് ചട്ടിക്ക് ഒരു ചൂടുള്ളതുകൊണ്ട് നമുക്ക് വാങ്ങി പുറത്തേക്ക് മാറ്റി വെക്കാം അടുപ്പേന്നല്ലേ. അപ്പൊ നമ്മുടെ കറി നമ്മൾ വാങ്ങി, നമ്മുടെ കറിയുടെ മുഴുവൻ പരിപാടി തീർന്നില്ല കേട്ടോ. ഒന്നാം പാലും കൂടെ ഒഴിച്ച് നമ്മൾ കറി നമ്മൾ അടുപ്പേന്ന് മാറ്റിയിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചട്ടി മൺചട്ടി ആയതുകൊണ്ട് ചൂട് അല്ലെ ചട്ടിക്കകത്ത് ഉണ്ട്. അപ്പൊ നമ്മുടെ ആ പാല് ഒന്നും കൂടെ കുക്കാവും ഒന്നാം പാൽ ഒഴിച്ചതും കൂടെ. ഇനി എന്നാ ചെയ്യാൻ പോകുന്നത്, ശകലം പച്ചക്കറി വേപ്പില ഇടും അതിന്റെ മണ്ടിയെ. ഓക്കെ, ഇട്ട് കൊടുക്കും. ഇനി നമ്മളൊരു സ്വല്പം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ അല്ലേ. ഒരു സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ, അത്രേ ഉള്ളൂ. ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചുറ്റിച്ച് അതിന്റെ മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അല്ലെ. അങ്ങനെ നമ്മുടെ കിടിലൻ ആയിട്ടുള്ള സിമ്പിൾ കറി, ആർക്കും ഉണ്ടാക്കാവുന്ന കറി അല്ലേ. ആർക്കും കൂട്ടുകയും ചെയ്യാം, എന്ത് അസുഖമുള്ളവർക്കും ഒക്കെ കൂട്ടാം. ഇതിന്റെ അകത്ത് വെളിച്ചെണ്ണയൊന്നും വലിയ കാര്യമായിട്ടില്ല, പിന്നെ വലിയ മസാലകളില്ല. പക്ഷെ ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറുണ്ണാനായിട്ട് അല്ലെ. ഒരു സൂപ്പർ ഒഴിച്ചുകറിയാണ് കണ്ടോ, നല്ല അടിപൊളി ഒഴിച്ചുകറി. അങ്ങനെ നല്ല മണം, ആ മണം അത് തന്നെ. ഇതിന് എരിവില്ല കേട്ടോ, ഈ കറിക്ക് എരിവില്ല, മുളകില്ല, ഒന്നുമില്ല, പുളിയില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എരിവ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേവിക്കുന്ന സമയത്ത് ഒരു പച്ചമുളക് ഇടാം. പക്ഷെങ്കിൽ എനിക്കൊക്കെ ഇവിടെ ഈ കറിക്ക് എരിവില്ലാത്തത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പൊ ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയ കറി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. പിന്നെ ലൈക്കും കമന്റും ഒന്നും ആരും മറക്കരുത്. അപ്പൊ ഈ ഒരു കറി നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഈ ഒരു ചാറുകറി. അപ്പൊ ഇതിന്റെ അകത്ത് ഒന്നും കൂടെ പറയാം, കഷ്ണത്തിന്റെ അളവ് നിങ്ങൾ ഒരുപോലെ എടുത്താൽ മാത്രം മതി. എന്തോരം എടുത്താലും ഒരുപോലെ എടുക്കുക. ബാക്കി തേങ്ങാപ്പാലൊക്കെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് അങ്ങ് സെറ്റ് ആക്കുക. അടിപൊളിയായിട്ട് ചോറങ്ങ് കഴിക്കുക അല്ലെ. വേറെ ഒരു കറിയും വേണം, ചൂട് ചോറിലേക്ക് ഇതങ്ങ് ഒഴിച്ച് കഴിച്ചാൽ മാത്രം മതി. പിള്ളേരൊക്കെ നന്നായിട്ട് കഴിക്കാം. ഓക്കെ.